തമ്മിൽ കണ്ടിട്ട് വന്നിട്ടില്ല 90% ആൾക്കാരും ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്തായിരിക്കും എന്നറിയോ? ഒന്നുകിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും. നമുക്ക് മനസമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡോക്ടർ അനുഷ. ഞാനൊരു സ്മൃതി മെഡിറ്റേഷൻ പ്രാക്ടീഷണറാണ്. അതേപോലെ ഞാനൊരു ട്രാൻസ്ഫർമേഷൻ കോച്ചും കൂടിയാണ്. നിങ്ങളിൽ പലരും, ചിലർക്കൊക്കെ എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആയിരിക്കും, പക്ഷെ മനസമാധാനം ഉണ്ടാവില്ല. ഇനി ചിലരൊക്കെ സക്സസ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കുന്ന വ്യക്തികളായിരിക്കും, മനസമാധാനം തേടി നടക്കുന്ന ആളുകളായിരിക്കും നിങ്ങളൊക്കെ. എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസമാധാനത്തോടെ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ, അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ കരയാണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെ? നമ്മളൊക്കെ ഇങ്ങനെ മനസമാധാനം ഇല്ലാതെ ജീവിക്കാനുള്ള കാരണക്കാരാരാണ്? നിങ്ങളൊക്കെ പറയായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണ്, എൻ്റെ ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ എൻ്റെ വൈഫാണ്, എൻ്റെ ഇൻലോസ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലെ ബോസാണ്. ഇങ്ങനെയുള്ള ഒരുപാട് റീസൺസ് നിങ്ങൾക്ക് പറയാനുണ്ടാവും. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെയൊക്കെ മനസമാധാനക്കേടിനുള്ള മെയിനായിട്ടുള്ള റീസൺ ആരാന്നറിയോ? നിങ്ങൾ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഏറ്റവും വിഷമിക്കുന്നു, മറ്റുള്ളവരുടെ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് അല്ലാതെ ജീവിക്കുന്നു. ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴാണ് നമുക്ക് മനസമാധാനക്കേട് ഉണ്ടാവുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളെന്ന് എനിക്കറിയില്ല. പക്ഷെ റിയാലിറ്റി ഇതാണ്. ഒരു വ്യക്തി നമ്മളെ വിഷമിപ്പിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും അയ്യോ എന്നാൽ അയാൾ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ ഇത്രയും അയാളടുത്ത് ഭയങ്കര സിൻസിയർ ആയിട്ട് നിന്നിട്ടും അയാൾ എന്നെ വിഷമിപ്പിച്ചില്ലേ, ഇങ്ങനെയുള്ള തോട്ടുകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? നമ്മുടെ ഒരു ദിവസത്തിലെ ഭൂരിഭാഗം സമയവും നമ്മൾ അതിനെക്കുറിച്ചിട്ടായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എഫേർട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ലല്ലോ എന്ന വിഷമം. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇടുന്ന ആ എഫേർട്ട് നമ്മൾ നമ്മളിലേക്ക് ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന്? നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടാവും, എൻ്റെ ഹസ്ബൻഡ് നല്ല ബിസിനസ് ഉണ്ടാവട്ടെ, നല്ല ജോലി കിട്ടട്ടെ, എപ്പോഴെങ്കിലും എനിക്ക് നല്ല ജോലി കിട്ടട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വളരെ അപൂർവമായിരിക്കും. ചിലർക്കൊക്കെ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞാൽ ബോധം വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ നമ്മളെ മറന്ന് ജീവിക്കുമ്പോഴാണ് നമുക്ക് മനസമാധാനക്കേട് ഉണ്ടാവുന്നത്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് മക്കളുടെ കാര്യം, ഹസ്ബൻഡിന്റെ കാര്യം, മൊത്തം ഫാമിലിയുടെ കാര്യം. എപ്പോഴെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? ഒരിക്കലും ജീവിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്നു, അന്ന് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നാണോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളത്, അന്ന് മുതൽ നിങ്ങൾ ഭയങ്കര അൺഹാപ്പിയാണ്. മനസമാധാനം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മനസമാധാനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, സെറ്റ് ബൗണ്ടറീസ്. എന്താണ് ബൗണ്ടറീസ്? നമുക്ക് എല്ലാവരെയും നന്നാക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റും, നമ്മളിൽ പല ചേഞ്ചസും ഉണ്ടാക്കാൻ പറ്റും, അതുവഴി നമുക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരാളെ പറഞ്ഞ് നേരാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? വളരെ അപൂർവമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതിനുള്ള അതോറിറ്റി വേണം, പവർ വേണം. നിങ്ങൾ ഏതെങ്കിലും പവർ ഉള്ള പൊസിഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനൊക്കെ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങളൊന്നും ആവാതെ നിങ്ങൾ മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെസ് വരും, മനസമാധാനക്കേട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നത്. എത്ര ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിലും, എത്ര മോശം റിലേഷൻഷിപ്പ് ആണെങ്കിലും നമുക്ക് അവിടെ ബൗണ്ടറീസ് ആവശ്യമാണ്. ഒരു നല്ല ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ പോലും അവിടെ നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. എന്തൊക്കെ നമ്മൾ പറയണം, എന്തൊക്കെ പറയാൻ പാടില്ല, ഏതിലൊക്കെ നമ്മൾ അഭിപ്രായം പറയണം, പറയാൻ പാടില്ല എന്നൊക്കെയുള്ള ബോധം നമുക്ക് തീർച്ചയായിട്ടും വേണം. ഈവൻ നമ്മുടെ അമ്മയുടെ അടുത്ത് പോലും ഒരു ചെറിയൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നോക്കിയേ, അവർ നമ്മുടെ കാര്യത്തിൽ കൂടുതൽ അഭിപ്രായം പറയാതിരിക്കാൻ തുടങ്ങും. ഹസ്ബൻഡ് കാര്യമായാലും അങ്ങനെ തന്നെയാണ്, മക്കളുടെ കാര്യമായാലും അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെ അടുത്ത് യാതൊരു വിലയും ഉണ്ടാവില്ല. അവർ നമ്മുടെ പല ഡിസിഷനിലും കയറി അഭിപ്രായം പറയും, നമ്മുടെ പല തീരുമാനങ്ങളെയും മാറ്റി വെക്കാൻ പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യാൻ തുടങ്ങും. പകരം നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിൽ, നമ്മൾ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് മാറുകയാണെങ്കിൽ ആരും നമ്മളെ കൂടുതൽ ഭരിക്കാനോ നമ്മുടെ കാര്യത്തിൽ ഇടപെടാനോ വരില്ല. അതിനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവില്ല. കാരണം അവർക്കറിയാം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്യാൻ പ്രാപ്തരാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അതിൽ കൂടുതൽ കയറി വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. എല്ലാ റിലേഷൻഷിപ്പിലും നിങ്ങൾ ആവശ്യമുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു റെസ്പെക്ട് കിട്ടും, നിങ്ങളുടെ തീരുമാനങ്ങൾക്കൊരു റെസ്പെക്ട് കിട്ടും. അപ്പൊ ബൗണ്ടറി സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. എനിക്ക് എന്താണ് വേണ്ടത് എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം, ചെയ്യാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലെങ്കിൽ കരിയർ ഇഷ്യൂസ്, മണി, ഈ മേഖലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, മുന്നോട്ട് പോകാൻ ഹെൽപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.